ഹായ് ഹലോ നമസ്കാരം. ഞാൻ കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇടണം വിചാരിച്ചിട്ട് കുറച്ച് അധികം തിരക്കിലായിരുന്നു. അത് കാരണം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കിന്ന് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മള് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും കസിൻസും എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മളെ കുറച്ച് ദിവസം കാണാണ്ടാവേ, നമ്മുടെ വോയിസ് കേൾക്കാണ്ടാവേ ഒക്കെ ആവുമ്പോ നമ്മളെ വിളിച്ചിട്ട് അവര് ചോദിക്കും, സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ടോണൊന്ന് മാറുമ്പോ അവര് ചോദിക്കും, എന്റെ ശബ്ദമൊന്ന് മാറിയിട്ടുണ്ടല്ലോ, സുഖല്ലേ, വിഷമമൊന്നുമില്ലല്ലോ. മനുഷ്യനല്ലേ, എല്ലാവർക്കും പലതരം വിഷമങ്ങൾ ഉണ്ടാവും. പേഴ്സണൽ ലൈഫിലായാലും പുറത്തായാലും എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും നമ്മളെ പെട്ടെന്ന് പിടിക്കും. നമ്മുടെ ഒന്ന് ഫീബിൾ ആയി കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ അടുപ്പുള്ളവരുടെ, അതായത് അത്രയും ക്ലോസ് ആയിട്ടുള്ളവരെ, നമ്മളോട് ഇഷ്ടം ഉള്ളവരെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് ചോദിക്കുക, കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമായിട്ടല്ലേ ഇരിക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ചിലപ്പോ ആ ആള് തിങ്ങി നിൽക്കുകയായിരിക്കും, വിഷമങ്ങൾ സഹിച്ചിട്ട് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാണ്ടും ഒക്കെ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴായിരിക്കും ഒരു ഫ്രണ്ടിന്റെയോ ഒരു കസിന്റെയോ ഒരു റിലേറ്റീവിന്റെയോ ഫോൺ വരിക. എന്ത് പറ്റി, സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം നന്നായി നടക്കുന്നില്ലേ, ഫാമിലിയിൽ എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഒരു റിലീഫ് തന്നെയാണ്. ചിലപ്പോ ആരോടും പറയാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുകയായിരിക്കേ, അപ്പോഴായിരിക്കും അങ്ങനൊരു ചോദ്യം നമുക്ക് വരിക. പക്ഷെ ഞാൻ പറയുക, എത്രയോ പേര് പലരോടും പല സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടൊക്കെ അവരാരോടും പറയാണ്ട്, എന്താ പറയാ, നാളെ നമുക്കതൊന്ന് പറഞ്ഞ് വിഷമങ്ങൾ മാറ്റണം എന്ന് വിചാരിച്ചവര് പോലും ദൈവം വിളിച്ചപ്പോ പോവാണ്ട് പറ്റില്ലല്ലോ. നമുക്ക് ഒരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പോ എല്ലാവരും നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് എല്ലാവർക്കും സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സുഖല്ലേ എന്ന് ചോദിക്കണം. അപ്പൊ അതിനുശേഷം എന്നെ കുറെ പേര് വിളിച്ചിട്ട്, ബോംബെയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, സതി സുഖല്ലേ എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാറില്ല എന്തിനാ പറയണേ. ഇവിടെ സംഭരത്ത് ഞാൻ ഫ്രൂട്ട്സിന്റെ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഫ്രൂട്ട്സ് മേടിക്കുന്ന കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഭയങ്കര ക്ലോസ് ആണ്. അമ്മായിയുടെ മോന്റെ കട എന്നാ പറയാ ഞാൻ, ദേവിയുടെ കട. എന്നുവെച്ചാൽ അത്രയും സ്നേഹമാണ്, നമുക്ക് എന്തും നല്ലതേ തരുള്ളൂ. അവിടെ നിൽക്കുന്ന ആൾക്കാരായാലും സഗീറായാലും പെൺകുട്ടിയായാലും ഒക്കെ. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴേക്കും ഒരു ദിവസം എൻ്റെ ഈ ഇത് കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് ഞാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, സുഖല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ സുഖം. പിന്നെയാണ് എനിക്ക് മനസ്സിലായേ. അത് കഴിഞ്ഞിട്ട് എന്റെ ബോംബെയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, കുറേ കാലങ്ങളായി അവരെ ഞാൻ കണ്ടിട്ടും ഇത് ചെയ്തിട്ടും. അപ്പണ്ട് അവര് ചോദിച്ചു എന്നോട്, എന്താ സദ്യ എന്നെ വിളിക്കാത്ത, സുഖല്ലേന്ന് ഇങ്ങനെ റീലിലോ ഇതിലൊക്കെ പറഞ്ഞാ പോരല്ലോ, പറയണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആ സുഖമായിട്ടിരിക്കുന്നത്. അതായത് എന്റെ ഇത് കണ്ടു കഴിഞ്ഞിട്ട്. അപ്പൊ അവര് പറയണേ, ഇങ്ങനെ യൂട്യൂബിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നേരിട്ട് ചോദിക്കണ്ടേ, വാട്ട് യു പ്ലീസ്. അത്